കാൽപന്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ജീവിതമാണ് റോമി ചേട്ടൻ്റേത്. തൻ്റെ പെട്ടിക്കടയിൽ നിധി പോലെ സൂക്ഷിക്കുന്ന നോട്ട്ബുക്കിലുണ്ട് 9 ലോകകപ്പുകളുടെ ചരിത്രം. മറഡോണയിൽ തുടങ്ങി മെസ്സിയിൽ എത്തി നിൽക്കുന്ന കടുത്ത അർജന്റീനൻ ആരാധകൻ കൂടിയാണ് ഇദ്ദേഹം. ലോകകപ്പിനെ വരവേൽക്കാൻ പതിവൊരുക്കങ്ങളുമായി റോമി ചേട്ടനും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റോമി ചേട്ടനെ കാണാം, വിശേഷങ്ങൾ അറിയാം. മറഡോണയായിരുന്നല്ലോ. മറഡോണ കൈ മറ്റേ ദൈവത്തിൻ്റെ കൈ, അത് കഴിഞ്ഞ് 7 പേരെ കവർ ചെയ്ത് ബോൾ വെച്ചല്ലേ. അപ്പോൾ തുടങ്ങി മറഡോണ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിക്ക് മുമ്പ് തന്നെ അർജൻറ്റീന ടീമോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മെസ്സിയായി. അമേരിക്കയിൽ പന്ത് തട്ടുന്നതിന്റെ ആവേശം കടൽ കടന്ന് ഫോർട്ട് കൊച്ചി നസ്രത്തിലുമെത്തി. പതിവ് പോലെ ചാട്ടും ഫിക്സ്ചറുകൾ ഒരുക്കിയും ഫുട്ബോൾ അറിവുകൾ പകർന്നും റോമി ചേട്ടനും തയ്യാറാണ്. ചെറുപ്പം മുതൽ റോമി ചേട്ടൻ കൂടെ കൂട്ടിയതാണ് കാൽപന്തിനെ. റേഡിയോയിൽ നിന്നും പത്രത്തിൽ നിന്നും കളികളുടെ ഫലങ്ങൾ എഴുതിയായിരുന്നു തുടക്കം. 1990 ലോകകപ്പ് മുതൽ മെസ്സി വിശ്വകിരീടം ചൂടിയ ഖത്തർ ലോകകപ്പ് വരെയുള്ള ചരിത്ര താളുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രം. സ്വന്തം കൈപ്പടയിൽ കോരിയിട്ട കണ്ണീരിന്റെയും വിജയാഹ്ലാദത്തിന്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന കണക്കുകൾ. ആദ്യമൊക്കെ ഈ 90 മുമ്പൊക്കെ ടി വി ഇല്ലല്ലോ. ടി വി ഇല്ലാത്ത കാരണം റേഡിയോയിലും പേപ്പറിൽ പത്രത്തിലൊക്കെ വന്ന അത് പിറ്റേ ദിവസം നോക്കി എഴുതി അങ്ങനെയായിരുന്നു. പിന്നെ ടി വി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയായിരുന്നു. പിന്നെ ആദ്യം ടീമിനെ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ഈ 48 രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് അറിയണമല്ലോ. അതിനാദ്യം തുടങ്ങി പേപ്പർ വായിച്ച് വരുമ്പോൾ ഓരോ ടീം കയറുമല്ലോ. അതൊക്കെ എഴുതി വെച്ച് മത്സരങ്ങൾ, വിജയികൾ, ഗോൾ നില എന്നിങ്ങനെ കളിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ ഒരു നോട്ട്ബുക്കിൽ. വേഗത്തിൽ മനസ്സിലാക്കാൻ റോമി ചേട്ടന്റെ ചില നുറുങ്ങു വിദ്യകളും കണക്കുകളുടെ കളിയിലുണ്ട്. പല രാജ്യങ്ങളുടെ പേര് പോലും ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഈ കടയിൽ വരുമ്പോഴാണ് കാണുന്നത്. അപ്പം പറഞ്ഞ് മനസ്സിലാക്കി തന്നത് റോമി ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ആദ്യത്തെ ലെസൺ ശരിക്കും ഇവിടെ നിന്നാണ് കിട്ടിയത്. വേൾഡ് കപ്പ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ റൗണ്ടുകളും ഗ്രൂപ്പുകളും എല്ലാം ആ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റത്തെ മെമ്മറി എന്താണ് അതേപോലെ തന്നെ. ഈവൺ അതിൻ്റെ ഫോർമാറ്റ് പോലും സെയിമാണ്. ആ പുള്ളി എഴുതി വെക്കുന്ന രീതികളെല്ലാം സെയിമാണ് ഇപ്പോഴും. ഓരോ ലോകകപ്പ് സമയത്തും റോമി ചേട്ടനും ചേട്ടന്റെ പെട്ടിക്കടയും നസ്രത്തുകാർക്ക് പ്രിയപ്പെട്ട ഇടമായി മാറും. ഫുട്ബോളിനെ ഒരു നാടിന് പ്രിയപ്പെട്ടതാക്കി മാറ്റിയ മനുഷ്യൻ. റോമി ചേട്ടൻ ജനിച്ച കാലം പോലെ ഇരിക്കും നമ്മുടെ മടിയിൽ കിടന്നായിട്ട് ഫുട്ബോൾ കളി കെട്ടണമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു മനുഷ്യനാണ്. ഞങ്ങളൊക്കെ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇയാളിൽ നിന്നാണ് പഠിച്ചേക്കണം. ഞങ്ങൾ ചെറുപ്പത്തിലെ ഫുട്ബോൾ കാണാമെന്നും പറഞ്ഞ് വിളിച്ച് ഫോർട്ട് കൊച്ചി കൊണ്ടുപോകും. ഇവിടെയെങ്കിലും ഗ്രൗണ്ടില്ല. ഫോർട്ട് കൊച്ചി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഞങ്ങളെല്ലാവരും കളി കാണിച്ച് ഇന്ന ആൾ ജയിച്ച്. അന്നൊക്കെ ഓഫ് എന്താണ് സൈഡ് എന്താ നമുക്കറിയില്ല. ഇദ്ദേഹമാണ് പറഞ്ഞു തന്നേക്കണത്. അങ്ങനെ ഞങ്ങൾ കേട്ടും കണ്ടാണ് വളർന്നേക്കണത്. ഇത്രയും കഴിവുള്ളൊരു വ്യക്തി ഈ കേരളത്തിൽ കാണൂല. കുട്ടിക്കാലത്ത് കൂടെ കൂട്ടിയ കാൽപന്ത് കളിയോടുള്ള സ്നേഹം 73-ാം വയസ്സിലും കോട്ടം തട്ടാതെയാണ് റോമി ചേട്ടൻ കൊണ്ടു നടക്കുന്നത്. 1990 ഇറ്റലി ലോകകപ്പ് മുതൽ മെസ്സി സമ്പൂർണ്ണനായ ഖത്തർ ലോകകപ്പ് വരെ ഓരോ മത്സരങ്ങളും മത്സരഫലങ്ങളും റോമിച്ചേട്ടൻ്റെ കയ്യിൽ ഭദ്രമാണ്. പതിവ് പോലെ ഇത്തവണയും ലോകകപ്പിനെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി റോമിച്ചേട്ടൻ കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ അലോഷിക്കൊപ്പം ജോയി മോൻജോസ്, ന്യൂസ് മലയാളം.